കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനും മറ്റു രണ്ടുപേർക്കുമായുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കാൻ സാധ്യത. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണെന്ന നിഗമനത്തിലാണ് തിരച്ചിൽ വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഡ്രഡ്ജർ ഘടിപ്പിച്ച ബോട്ട് കാർവാറിൽ നിന്ന് ഇന്ന് രാവിലെ ഗംഗാവലി തീരത്തെത്തും. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, അസഹനീയമാണ് അല്ലേ, അതീവ വേദനാജനകവും ഈ കാത്തിരിപ്പ്, പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ? തീർച്ചയായും പ്രദീപിള സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിൽ കൂടെ തന്നെയാണ് ആ കണ്ണാടിക്കൽ ഗ്രാമവും ആ കുടുംബവും ഒക്കെ തന്നെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നമുക്കൊരു ശുഭ പ്രതീക്ഷ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് നാളെ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഡ്രഡ്ജർ എത്തിയത്. തുടർന്ന് ഇന്ധനം നിറച്ച് അവിടുന്ന് ഷിരൂരിലേക്ക് ഇന്ന് രാവിലെയോടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2 പാലം കടന്നു വേണം ഈ ബോട്ട് അവിടെ എത്തുവാൻ. തുടർന്നായിരിക്കും അതായത് വേലിയിറക്കവും കാലാവസ്ഥയും ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഡ്രഡ്ജർ അവിടെ എത്തിക്കുവാൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ സ്ഥലത്ത് ഇന്ന് സോണാർ പരിശോധനയടക്കം നടത്തുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്തായിരിക്കും ഇത്തരത്തിൽ ഇന്ന് പരിശോധന നടത്തുക. മാത്രമല്ല ഈ ബോട്ടിലുള്ള അല്ലെങ്കിൽ ഈ ഡ്രഡ്ജറിലുള്ള ആളുകളുടെ സുരക്ഷിതത്വവും പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. 28.5 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുള്ള 3 അടി വരെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ മണ്ണെടുക്കാൻ കഴിയുന്ന ഡ്രഡ്ജറാണ് ഗോവൻ തീരത്ത് നിന്ന് ഇന്നലെ കാർവാറിലേക്ക് പുറപ്പെട്ടത്. എന്തായാലും വലിയൊരു ശുഭ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അത്തരത്തിൽ കാലാവസ്ഥയൊക്കെ തന്നെയും അനുകൂലമാണെങ്കിൽ നാളെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ കുടുംബമൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് പിള്ള. ഓക്കെ, ശരി ദിസ്ന. എന്തായാലും കുടുംബത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഒന്നും പറയാനില്ല.